നല്ലൊരു കേതൽ കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ബിരിയാണി വെക്കാം. അങ്ങനെ കൈമ റൈസെല്ലാം എടുത്ത് ബിരിയാണി വെക്കേണ്ട തയ്യാറെടുപ്പായി. അരിയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. മീൻ അപ്പോഴത്തേക്കും അപ്പം മുറിച്ച് തന്നു കേട്ടോ. മുറിച്ച് തന്ന മീനിൽ മസാലയെല്ലാം പെരക്കി അവിടെ വെച്ച് കേട്ടോ, കുറച്ച് റെസ്റ്റ് ചെയ്യും. തക്കാളിയിലെ തോലിങ്ങനെ കളയലുണ്ട്, ഇങ്ങനെയും കളയലുണ്ട്. പിന്നെ ചൂട് കാട്ടിയാലും എല്ലാ തൊലിയും കളയി വരും കേട്ടോ. അങ്ങനെ ബാക്കി കഷ്ണമെല്ലാം റെഡിയാക്കി വെക്കുമ്പോഴത്തേനും നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ ഒരു 2 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെച്ച മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് അപ്പോഴത്തേക്കും അടുത്ത അടുപ്പിൽ നമ്മൾ മസാലക്കുള്ള പരിപാടി നോക്കേട്ടാ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മസാല വഴണ്ടിട്ടെല്ലാം ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് നമ്മളെന്ത് ചെയ്ത് പെട്ടെന്ന് കുക്കറിൽ അടിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ മീനെല്ലാം നോക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു 2-3 തവണകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ, പീസുകൾ. അങ്ങനെ മീനൊക്കെ ഓരോന്ന് പെറുക്കി വെച്ചു. പിന്നെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മുടെ മീനിൻ്റെ, അതായത് ആ മസാലയിലേക്ക് ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മസാലയൊക്കെ റെഡിയായി. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ കുറച്ച് എടുത്ത് വെച്ചു. അപ്പോൾ കേട്ടം വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മസാലേൻ്റെ അകത്ത് നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അത് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റി അങ്ങോട്ട് നല്ല സെറ്റാവാൻ അവിടെ വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബിരിയാണിക്കൊരു ചമ്മന്തി നമുക്ക് കണ്ണൂരുകാർക്ക് മസ്റ്റാണ്. അതുപോലെ നമ്മളെ ബീട്രൂട്ടിൻ്റെ അച്ചാർ കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡിയായി, ബീട്രൂട്ട് അച്ചാറുമായി. അപ്പോൾ ഒരു സാലഡ് വേണ്ടേ. അപ്പോൾ തൈരിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തൈരൊക്കെ വെച്ച് നമ്മൾ സാലഡ്, കച്ചമ്പർ, തൈര് എന്നെല്ലാം പറയും. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായി. പിന്നെന്നാ കഴിക്കുക വേണ്ടേ. അപ്പോൾ സാധാരണ ഞാനാണ് എപ്പോഴും ടേസ്റ്റ് പറയില്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം കേട്ടോ. ബിരിയാണി രസമുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കിയിട്ടൊന്ന് പറ. നല്ല രസമുണ്ടാ? നോക്കോ, സൂപ്പർ. നീ എന്നെ ആക്കിയിട്ട് നിന്നോട് അഭിപ്രായം ചോദിക്കുന്നതിൽ വലിയ കാര്യമില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സൂപ്പർ തന്നെയാണ് കേട്ടോ. ബിരിയാണി പൊളിച്ചു. ബിരിയാണിയും കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേടെ ഈ മുടിയെല്ലാം ചെയ്തിട്ട് രാത്രി ബർമുടിയിലിട്ട് പോകാൻ പോകുന്നു നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നമ്മളൊരു പടത്തിന് പോകുന്ന കേട്ടോ. പടം തുടങ്ങിയിട്ട് ഞാൻ വരുന്നില്ല എന്ന് ഏട്ടൻ വണ്ടീന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ഒരുക്കുക, വാതിലും പൂട്ടി ഇറങ്ങാനുള്ള തത്രപ്പാടായി. അപ്പോൾ സെക്കൻഡ് ഷോ ആയതുകൊണ്ട് തന്നെ 10:30 ഷോ തുടങ്ങും. അങ്ങനെ നമ്മൾ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടൗണിലേക്കൊക്കെ ഒന്ന് എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓടിപ്പടിച്ച് നമ്മൾ സവിത ഫിലിം സിറ്റിയിലേക്ക് എത്തി. അവിടെ നമ്മുടെ ഏട്ടനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പടം കാണാനാണ് വന്നത്. അപ്പോൾ ഏത് പടമായിരിക്കും കണ്ടിട്ടുണ്ടാവുമെന്ന് ഒന്ന് ഗസ് ചെയ്യണേ.